ചരിത്രത്തിലാദ്യമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. ദുബായിൽ വെച്ചായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി താലിബാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്താഖിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അഫ്ഗാനിസ്ഥാന് നൽകി വരുന്ന മാനുഷിക സഹകരണം, ഉഭയകക്ഷി പ്രശ്നങ്ങൾ, മേഖലയിലെ സുരക്ഷ എന്നിവയിൽ ചർച്ച നടന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യ ഉന്നതതല കൂടിക്കാഴ്ചയാണിത്. അഫ്ഗാനിസ്ഥാനിൽ വികസന പദ്ധതികൾ ആരംഭിക്കാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. 5 പ്രധാന ഘടകങ്ങളാണ് താലിബാൻ ഭരണകൂടവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് താലിബാന്റെ സ്ത്രീവിരുദ്ധത അടക്കമുള്ള നയങ്ങൾ ഇന്ത്യ അംഗീകരിച്ചതായി ഇതിനർത്ഥമില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ചൈന അഫ്ഗാനിസ്ഥാനിലേക്ക് നയതന്ത്ര പ്രതിനിധിയെ അയച്ച് ഈ മേഖലയിൽ പിടിമുറുക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ പരസ്യ ചർച്ചയ്ക്ക് തയ്യാറായത്. ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്ന ഭീകര സംഘടനകൾക്ക് അഫ്ഗാൻ ഭരണകൂടം ഒരു സഹായം നൽകരുതെന്ന് വിദേശകാര്യ സെക്രട്ടറി ഇന്നലത്തെ ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു. ചർച്ച നടന്നെങ്കിലും താലിബാൻ സർക്കാരിന് ഇന്ത്യ തൽക്കാലം ഔദ്യോഗിക അംഗീകാരം നൽകാനിടയില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 800ഓളം അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ തടവിലാക്കിയെന്ന വാർത്തകൾ വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇന്ത്യയുടെ നിർണായകമായ വാഗ്ദാനം. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങളിൽ അഫ്ഗാൻ പിന്തുണയുണ്ടാകില്ല. അഫ്ഗാൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിലും ഇന്ത്യ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അഫ്ഗാനെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ നീങ്ങാൻ ചൈന ശ്രമിക്കുന്നുണ്ടെന്നും സൂചനകളുണ്ടായിരുന്നു. ഇത് തകർക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം.